ഹലോ ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് വലിയൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോകുവാണ്. That they are now husband and wife. അപ്പോൾ ഇതൊരു വലിയ സമൂഹ കല്യാണമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം സിറ്റിയിലുള്ള MMCSA കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് ഈ ഒരു കല്യാണം നടക്കുന്നത്. എല്ലാ വർഷവും ഈ ഒരു കല്യാണം ഇവിടെ വെച്ച് നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ അത് പങ്കെടുക്കാനായിട്ട് ഞാനും എൻ്റെ ചേട്ടനും കസിൻ സിസ്റ്ററുമായിട്ടാണ് ഈ ഒരു പള്ളിയിൽ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ ഇത് കാണാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തി കേട്ടോ. നേരത്തെ ഈ കല്യാണ ഫംഗ്ഷനൊക്കെ തുടങ്ങിയെങ്കിലും നമ്മൾ കറക്റ്റ് താലി കെട്ടുന്ന സമയത്ത് തന്നെ എത്തിയായിരുന്നു. അപ്പോൾ ഇത്തവണ ഈ വർഷം 8 ദമ്പതിമാരുടെ കല്യാണമാണ് നടത്തുന്നത്. വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള 8 പെൺകുട്ടികളുടെ കല്യാണമാണ് ഇവിടെ വെച്ച് നടത്തി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ മംഗല്യ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് കേട്ടോ. CSA വിമൻസ് ഫെലോഷിപ്പിൻ്റെ സംഘടനയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ പങ്കെടുക്കാൻ വരാറുണ്ട്. അപ്പോൾ ഏകദേശം 126ഓളം കല്യാണങ്ങളാണ് അവർ ഇതുവരെ 2016 മുതൽ നടത്തി കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും അവരുടെ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപ FD ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് പുറമെയാണ് ഈ വിവാഹ വസ്ത്രവും വരുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണവും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയ സംഭാവന കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മംഗല്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ന്യൂസ് ലെറ്റർ. അപ്പോൾ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ ഈ വിവാഹമായിട്ട് ഈ വർഷം വിവാഹമാവുന്ന 8 ദമ്പതിമാരുടെയും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇതിൽ കൂടുതൽ വിവാഹങ്ങളൊക്കെ അവർ നടത്തുന്നതാണ്. അപ്പോൾ വളരെ അർഹരായിട്ടുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുത്താണ് ഈ ഒരു വിവാഹം ഇവിടെ വെച്ച് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. എല്ലാ വർഷവും 2000-ൽ കൂടുതൽ ആളുകളാണ് ഇവിടെ പങ്കെടുക്കാൻ വരുന്നത്. എല്ലാവർക്കും ഉള്ള ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ അല്പം ലേറ്റായിട്ടാണെങ്കിലും നമുക്ക് കൃത്യസമയത്ത് വരാൻ പറ്റി. എല്ലാ കല്യാണങ്ങളും ഒരുമിച്ച് കാണാനും പറ്റി. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് പോയപ്പോഴാണ് ശരിക്കുമുള്ള തിരക്ക് മനസ്സിലായത്. നല്ല ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കുറേ നേരം ക്യൂ നിന്നു. പക്ഷേ ആദ്യമുള്ള ഒരു തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടുന്ന രീതിയിലുള്ള തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു ഇത്തവണയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എല്ലാവർക്കും തികങ്ങിയ കേട്ടോ. വന്നിരുന്ന എല്ലാവർക്കും ഫുഡ് കിട്ടിയായിരുന്നു. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും നേരത്തെ ക്യൂവിൽ നിന്ന് കയറി. അപ്പം ചേട്ടന് ഫുഡ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ പിന്നീടാണ് ക്യൂവിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിയത്. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ കല്യാണം ലൈവായിട്ട് നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് തിക്കിലും തിരക്കിലും പെടാതെ നല്ല രീതിയിൽ തന്നെ ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.